മോഹൻലാലിൻ്റെ പരാജയം എന്തിനാണ്? എല്ലാം പഴയ കലാകാരന്മാർ സംവിധായകന്മാരും അവരെ കൂടെയാണ്. പാട്ട് പൊളിയപ്പോൾ എനിക്കിഷ്ടപ്പെട്ടില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായം പറയാറില്ല. റഹ്മാൻ കുറേ നമ്മൾ അത് മനക്കെട്ടി ഉണ്ടായി പോകും. എത്ര നിഷ്കളങ്കമായ മനസ്സാണെങ്കിൽ ഈ ഫിലിം കണ്ടു കഴിഞ്ഞാൽ ഒന്നുകൂടെ കാണണം എന്നുള്ള ഒരു മനസ്സുണ്ടാവും. അവരെ നടിപ്പ് കേരള എന്ത് നടികരുമേ നടിച്ചതില്ല. മമ്മൂട്ടി, മോഹൻലാൽ കൊള്ളായിരുന്നു. നല്ല മൂവിയാണ്. അടിപൊളി 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 കൊള്ളാം. നല്ല സിനിമയാണ്. നന്നായിട്ടുണ്ട്. നോവല് വായിച്ചിട്ടുണ്ട്. പടം നന്നായിട്ടുണ്ടായിരുന്നു. സൂപ്പർ പടം. ശരിക്കും പറഞ്ഞാൽ പൃഥ്വിയുടെ അഭിനയം എന്തോ ഒരു ഭയങ്കര ഇതെന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, വേൾഡിൽ ഇങ്ങനെ ഒരു കഥാപാത്രം, ഇങ്ങനെ ഒരു നടൻ ഇങ്ങനെ ഒന്ന് അഭിനയിക്കാൻ കഴിയില്ല. ശരിക്കും പടം എല്ലാം കൊണ്ടും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ അനുഭവിക്കുന്ന ഇതാണ് ഒറിജിനാലിറ്റി. സൂപ്പർ, നല്ല അഭിനയം. എന്നാൽ ഞാൻ ബുക്ക് വായിച്ചിട്ടില്ല, ഞാനിത് കാണാനായിട്ട് വന്നതാണ്. കാരണം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. സൂപ്പർ, കണ്ണ് നിറഞ്ഞു പോയി. കാരണം എന്ന് പറഞ്ഞാൽ അത് തിയേറ്ററിൽ വന്ന് തന്നെ കാണണമെന്നുണ്ട്. അത് എത്ര കണ്ടാലും നമുക്കത് ആ ഒരു ആവേശമാണത്. ആവേശത്തോടൊപ്പം നമ്മളെ മനസ്സിനൊരു ടെൻഷനുമാണ്. മനക്കെട്ടി, അത് ശരിക്കും പറഞ്ഞാൽ അത് മനക്കെട്ടി ഉണ്ടായി പോകും. എത്ര നിഷ്കളങ്കമായ മനസ്സാണെങ്കിൽ ഈ ഫിലിം കണ്ടു കഴിഞ്ഞാൽ ഒന്നുകൂടെ കാണണം എന്നുള്ള ഒരു മനസ്സുണ്ടാവും. പഠനത്തിലെ ആദ്യത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വിസയിൽ വന്ന് അവരെ പറ്റിച്ച് കൊണ്ടുവന്ന് മരുഭൂമിയിൽ കൊണ്ടുവന്ന് ഓരോ ജോലികളൊക്കെ ചെയ്യിപ്പിച്ച് പിന്നെ അവസാനം എത്താൻ പറ്റാതെ അവസാനം അവൻ്റെ കൂട്ടുകാരൻ, ഹക്കീമിൻ്റെ കൂട്ടുകാരൊരു ആഫ്രിക്കക്കാരൻ ഒന്ന് രക്ഷിച്ച് കൊണ്ടിട്ടുള്ള നല്ല ഇതാണ്. അല്ല ചെറിയ ഇതൊക്കെ ഉണ്ട്. படம் சூப்பராக இருக்குச்சேட்டா. படத்தில் என்னென்ன இந்த கதை சூப்பராக இருக்குது. இந்த படம் கண்டிப்பாக இந்த வருஷம் கண்டிப்பாக ஒரு வசூல் அதிகமாக கிடைக்கும். இந்த படம் வசூலில் பிருத்திவிராஜ் நடிப்பு சூப்பர் நடிப்பு. சிஎம் விக்ரம் கமலஹாசனுக்கு அடுத்து யாருன்னு கேட்டால் இவர் தான். மலையாள சூப்பர் ஸ்டார். அவரை நடிப்பு கேரளாவில் எந்த நடிகருமே நடிச்சதில்லை. மம்பூட்டி, மோகன்லாலுக்கு அப்புறம் அடுத்து இவர் தான் சூப்பர் ஸ்டார். இல்லை, படம் பார்க்குற ஒரு நிமிஷமும் கண்ணீர் வருது. ஆனால் தொடச்சி பார்த்துருக்கு. ஆனால் படம் முடியுது வரையும் ரொம்ப கதை சூப்பராக இருக்குது. எதிர்பார்ப்பு மக்களுக்கு ரொம்ப இதாக இருக்குது. இது 3 தடவை பார்த்தாச்சு. 3 தடவை படம் சூப்பர். இன்னும் ஒரு 10 தடவை பார்த்தாலும் பார்க்கலாம். ஆனால் படம் நல்லாயிருக்கு. இல்லை, கொஞ்சம் ஃபஸ்ட்டு இடவில் வர கொஞ்சம் ஸ்லோ, இடவுக்கு மேலே ரொம்ப பாசிட். இந்த வெளிநாட்டுக்கு போகிறதே பயமாக இருக்குது இந்த படத்தை பார்த்தோன்னே. പടം സൂപ്പർ പടം. അത് മറ്റേ ശരീരം കാണുമ്പോഴേ ഇതെന്തൊരു പറഞ്ഞാലും ഉണക്കി എല്ലാം അത്രയല്ലേ ഉള്ളൂ. അത് കാണാൻ വലിയൊരു പ്രയാസം തന്നെ നമുക്ക് ആർക്കായിരുന്നാലും. പിന്നെ അത് സമ്മതിക്കണം. ഇപ്പം നമ്മൾ വിചാരിക്കുമ്പോഴല്ലേ എന്തിനു പറയണത്. പൃഥ്വിരാജിനെ കൊണ്ടേ പറ്റുള്ളൂ എന്തിനു പറഞ്ഞാൽ. പിന്നെ അത് മാത്രമല്ല, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടിച്ചു പോണ കേസല്ലേ. ആലോചിച്ച് നോക്കണം. നമ്മൾ ശരീരമൊക്കെ ഇവിടെയൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ അത് വല്ലാത്തൊരു പ്രയാസം ഉണ്ടാകും. എല്ലാം തോലറ്റല്ലേ ഇരിക്കണത്. നമ്മളിപ്പോൾ ഇത് പറഞ്ഞു വെച്ചാൽ മോഹൻലാലിനെ കൊണ്ടുവന്ന് നമ്മളിപ്പോൾ വലിയൊരു നടനാണ്. നമ്മളല്ലെന്ന് പറയല്ല, മമ്മൂട്ടി മോഹൻലാലെന്ന്. അതൊന്നും നടക്കില്ല. പിന്നെ സംവിധായകൻ്റെ കഴിവും കൂടെയാണ്. അതും കൂടെ പറയണം. എന്തിനു പറഞ്ഞാൽ ഇത് പറഞ്ഞപ്പോഴല്ലേ അറിയണത് 16 വർഷമൊന്നുമല്ലേ. മറ്റേ നമ്മൾ കൊറോണ കാലത്താണ് നമ്മളിത് അറിയണത്. അങ്ങനെയല്ലേ. മറ്റേ ഈ കോമഡി കാണാനുള്ളവർക്കൊന്നും ഇത് പിടിക്കില്ല. അത് വേറെ ഒന്നുമില്ല. ഇത് എത്രയെന്ന് പറഞ്ഞാൽ നമ്മൾ നടന്ന സംഭവമാണ്. ഞാൻ ദുബൈയിലിരുന്നാണ് 23 വർഷം, മനസ്സിലായില്ലേ. അപ്പോൾ നമ്മൾ അവിടെ ഇരിക്കുമ്പോഴാണ് അത് മനസ്സിലാവണത്. അല്ലാതെ ഇത് കണ്ടല്ലോ. പിന്നെ സൂപ്പർ പടം. എനിക്കത്രേ പറയാനുള്ളൂ. കാര്യം പടം സൂപ്പർ. പാട്ട് പൊളിയപ്പോൾ എനിക്കിഷ്ടപ്പെട്ടില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായം പറയാറില്ല. റഹ്മാൻ കുറേ നമ്മൾ ഓരോ പാട്ട് കേട്ട് നമ്മൾ കേട്ടോണ്ട് നമ്മൾ ഇതൊക്കെ അതിൽ ഒരു ഇതുമില്ല. പിന്നെ ആലോചിച്ച് നോക്കണം. എനിക്കിഷ്ടപ്പെട്ടില്ല. കണ്ട പടം കണ്ട. അപ്പോൾ എനിക്ക് ഈ സംഗീതത്തിൽ പക്ഷേ വേറൊരു കാര്യം നമ്മൾ പറയണമെന്ന് അറിയാം. ഇപ്പോഴത്തെ പുതിയ പയ്യന്മാരാണ് പറ്റിയത്, മനസ്സിലായില്ലേ. അല്ലാതെ ഈ പഴയ ഇപ്പം തന്നെ ഇരിക്കണം. നമ്മളിപ്പോൾ വേറെ ഒന്നും പറഞ്ഞില്ല. മോഹൻലാലിനൊക്കെ നമ്മൾ ഒരു സമയത്ത് അമ്പിയോട്ടൻ്റെ മറ്റേ ബീബിൻ്റെ നമ്മളൊക്കെ എന്ന് വെച്ചാൽ ഇവിടെ കിടന്ന് കൊട്ടിക്കൊഴിച്ചിട്ടാണ് മോഹൻലാൽ. ഇപ്പോൾ മോഹൻലാലിൻ്റെ പരാജയം എന്തിനാണ്? എല്ലാം പഴയ കലാകാരന്മാർ സംവിധായകന്മാരും അവരെ കൂടെയാണ്. ഈ നമ്മൾ പറയില്ലേ പയ്യന്മാർ വരില്ലേ, അത് പുതിയ സെറ്റാണ്. നീ പറഞ്ഞൊരു കാര്യമില്ല. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടപ്പോൾ നമ്മളിത് ഇരിക്കുമ്പോൾ നമ്മൾ ലയിച്ചു പോകും. കാര്യം എന്നറിയാം, ആ ശരീരം കണ്ടപ്പോൾ തന്നെ നമ്മളെ ശരീരമില്ല, ഇത് സ്റ്റോറി അത് വായിച്ചിട്ടുണ്ടെങ്കിലും പിടികിട്ടുള്ളൂ. മറ്റേ അങ്ങനെ കഥ നമ്മൾ പറയുമ്പോൾ പാമ്പുണ്ടല്ലേ, ആ പാമ്പിനെ കാണിക്കില്ലേ, ആ പാമ്പ് കടിച്ച് ആ നിമിഷം മരിക്കുകയാണ്. അത് കുത്താണ്, കടിയല്ല, ഒറ്റ കുത്താണ്.